നമസ്കാരം. പൗരത്വ നിയമത്തിന്റെ പേരിൽ വോട്ട് നേടി അസമിൽ അധികാരത്തിൽ വന്ന ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് NRC നടപ്പാക്കുന്നത് സുപ്രീം കോടതി ഇടപെട്ട് തടഞ്ഞത് വലിയ തലവേദനയായിരുന്നു. എന്ത് വില കൊടുത്തും ബംഗ്ലാദേശികളെന്ന് മുദ്രകുത്തിയ മുസ്ലിങ്ങളെ നാട് കടത്തുമെന്ന് വാഗ്ദാനം നൽകിയാണ് ഹിമന്ത വോട്ട് നേടിയത്. ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി പ്രവേശിച്ചവരെന്ന് ആരോപിച്ച് അസമിലെ ബാർപേട്ട ജില്ലയിലെ ബംഗാളി മുസ്ലിം സമുദായത്തിൽപ്പെട്ട 28 പേരെ തടവിലാക്കി ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് അയച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഫോറിനർ ട്രിബ്യൂണലുകൾ ആണ് 28 പേരെ 50 കിലോമീറ്റർ അകലെയുള്ള ഗോൾപാറ ജില്ലയിലുള്ള ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് അയച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 28 കുടുംബങ്ങളിൽ നിന്ന് ഓരോരുത്തരെ വീതം പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിച്ചിരുന്നുവെന്നും തുടർന്ന് അവരെ SP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നിർബന്ധിതമായി ബസ്സിൽ കയറ്റിയതായും ബാർപേട്ടയിലെ പ്രാദേശിക പ്രവർത്തകനായ ഫാറൂഖ് ഖാൻ പറഞ്ഞു. അസം പോലീസിന്റെ അതിർത്തി ബ്രാഞ്ച് ഇവർക്ക് വിദേശികളുടെ നോട്ടീസ് നൽകുകയും അവരുടെ കേസുകൾ ഫോറിൻ ട്രിബ്യൂണലുകളിലേക്ക് കൈമാറുകയും ചെയ്തു. നിരവധി ഹിയറിങ്ങുകൾക്ക് ശേഷം പിന്നീട് ഇവരെ വിദേശികളായി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നും ഫാറൂഖ് ഖാൻ പറഞ്ഞു. 1946 ഫോറിനേഴ്സ് ആക്ട് പ്രകാരം അനധികൃത കുടിയേറ്റ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി രൂപീകരിച്ച അർദ്ധ ജുഡീഷ്യൽ ബോഡികളാണ് ഫോറിനർ ട്രിബ്യൂണലുകൾ. വോട്ടർമാരുടെയും വിദേശികളുടെയും കേസുകൾ കൈകാര്യം ചെയ്യാൻ അസമിലുടനീളം ഇത്തരത്തിലുള്ള 100ഓളം ട്രിബ്യൂണലുകൾ ഉണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ തദ്ദേശീയരായ ആസാമികൾ നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്നാണ് അസമിൽ ഇത്തരം ട്രിബ്യൂണലുകൾ സ്ഥാപിച്ചത്. അനധികൃത കുടിയേറ്റക്കാർ അസമീസ് ജനതയുടെ സ്വത്വത്തിനും സംസ്കാരത്തിനും ഭീഷണി ഉയർത്തുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. സംസ്ഥാനത്താകെ 1,19,570 പേർ ഉണ്ടെന്നും അതിൽ 54,411 പേരെ ട്രിബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അസം ആഭ്യന്തര വകുപ്പ് ഓഗസ്റ്റ് 22 സംസ്ഥാന നിയമസഭയെ അറിയിച്ചിരുന്നു. 2017 മുതൽ ഇത്തരത്തിൽ 16 പേരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയിട്ടുണ്ട്. 1997 പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പ്രകാരം ഇത്തരത്തിൽപ്പെട്ട വോട്ടർമാരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ കേന്ദ്രമായ ഗോൾപാറയിലെ മാറ്റിയയിലുള്ള ഫോറിൻ ട്രാൻസിറ്റ് ക്യാമ്പിൽ നിലവിൽ 210 പ്രഖ്യാപിത വിദേശികൾ ഉണ്ടെന്നും ആഭ്യന്തര വകുപ്പ് നിയമസഭയെ അറിയിച്ചു. ബംഗാളി മുസ്ലിങ്ങളെ മിയകൾ എന്നാണ് അസമിൽ വിളിക്കുന്നത്. ഭരണകക്ഷിയായ BJP ഉൾപ്പെടെ പലരും അവരെ നുഴഞ്ഞുകയറ്റക്കാരും അസമികളുടെ സ്വത്വത്തിന് ഭീഷണിയും ആയാണ് കണക്കാക്കുന്നത്. എന്നാൽ ഹിന്ദു കുടിയേറ്റക്കാരെ BJP ഒരു ഭീഷണിയായി കണക്കാക്കുന്നില്ല. ഹിന്ദു ബംഗാളികളുടെ വോട്ടർ പ്രശ്നം 6 മാസത്തിനകം പരിഹരിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അടുത്തിടെ പറഞ്ഞിരുന്നു. ഇത് പക്ഷേ അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. കാരണം പൗരത്വ ഭേദഗതി നിയമം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദവുമായി കേസ് കോടതിയിലെത്തി 4 വർഷം പിന്നിട്ടിട്ടും ഉന്നത നീതിപീഠം അക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹിമന്തയുടെ ആഗ്രഹം അത്ര എളുപ്പം പ്രാബല്യത്തിൽ വരില്ലെന്ന് ചുരുക്കം.